ഖബറ. ആ റോട്ടിൽ പോകുമ്പോ കാണും 2 കിലോമീറ്ററിന് ഇടയിലാണ് 2 ഖബറ്. എന്താ കാരണം? ഒരു സ്ഥലത്ത് മറവ് ചെയ്തു, 2 സ്ഥലത്ത് ജാറുണ്ടാക്കി. തർക്കണ്ടായിന എവിടെ മറവ് ചെയ്യേണ്ടി? കാരണം വരുമാനാണല്ലോ. എവിടെ മറവ് ചെയ്യാ തർക്കം? അവസാനം സ്വപ്നം കണ്ടുവത്രേ എവിടെങ്കിലും മറവ് ചെയ്തോളൂ, 2 സ്ഥലത്തും മാറി മാറി കിടന്നോളാം. അങ്ങനെ ഒരു സ്ഥലത്ത് മറവ് ചെയ്തു, 2 സ്ഥലത്ത് ജാറുണ്ടാക്കി. അപ്പൊ ഷെയ്ഖ് ഇവിടെ കിടക്കുമ്പോ അവിടെ പോയി പ്രാർത്ഥിക്കണോ? ആരോടാ പ്രാർത്ഥിക്കണത്? കഥ ചോദ്യമല്ലോ. ഒറ്റാക്കി 2 ജാറം. കുഞ്ഞിമരക്കാർ ഷഹീദ് 7 ജാറമാണ്. അത് പിന്നെ ന്യായമുണ്ട്. ശത്രുക്കൾ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തെ കൊന്ന് അദ്ദേഹത്തിന്റെ ശരീരം 7 കഷ്ണമാക്കി കടലിലെറിഞ്ഞു. അപ്പൊ ഓരോ കഷ്ണം കിട്ടും, അതും കൊണ്ട് പോയി ജാറുണ്ടാക്കി. ബാക്കി കിട്ടുമോ നോക്കില്ല. സാധാരണ ഒരു പീസ് ഇട്ട് എന്താ ചെയ്യാ? ഇതിന്റെ ബാക്കി വല്ലതും കിട്ടോ? ഇത് ആരുതാ എന്താ നോക്കാന്നല്ല, കിട്ടിയോനെ കിട്ടിയതും കൊണ്ടുപോയി ഓലൊക്കെ ജാറുണ്ടാക്കി. അങ്ങനെ കുഞ്ഞിമരക്കാ ഷഹീദിന് 7 ജാറമാണ്. പുതുപൊന്നാനിയിലുണ്ട്. അത് മൂപ്പര് ഹാർട്ട് അവിടെ ഉള്ളത്, നെഞ്ചിന്റെ ഭാഗം അവിടെ ഉണ്ട്. മൂപ്പര് വീട് അവിടെ ആയിരുന്നു. പോകുമ്പോ ഉമ്മാനോട് പറഞ്ഞു, പിന്നെ കഥ ഉണ്ടാക്കിയത് മോലമാര്, ഞാൻ എവിടെ പോയാലും ഉമ്മാന്റെ കൽബ് മനത്തേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് ഹാർട്ടിന്റെ ഭാഗം അവിടേക്ക് എത്തിയിരുന്ന പേര്. ഇപ്പൊ ബാക്കിയുള്ള ഭാഗം പോയെടുത്ത് മൂപ്പര് എന്താ പറഞ്ഞു നമുക്ക് അറിയില്ല, അല്ലാഹു അഅലം. അപ്പൊ ഇങ്ങനെ ഒരാളെ പേരിൽ ഒരുപാട് ജാറങ്ങൾ, പലതും ആളില്ലാത്തത്. കാസർഗോഡ് ജില്ലയിൽ ഖബർ തോട്ടമുണ്ട്. വലിയ ബോർഡ് കാണാം, ചെർക്കളം എന്ന പ്രദേശത്ത് തോട്ടത്തിൽ ശുഹദാ മഖാം. ബോർഡ് തോട്ടത്തിൽ ശുഹദാ മഖാം. അവിടെ നിൽക്കുന്ന മുസ്ലിയാരുണ്ട്. അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അയാളോട് ഞാൻ പോയി ചോദിച്ചു, ഇവിടെ ആരാ കിടക്കണത്? മൂപ്പര് പറഞ്ഞു വെളിപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിലേ വെളിപ്പെടുക. കുറച്ച് കഴിയുമ്പോ സ്വപ്നം കാണും. യഥാർത്ഥത്തിൽ ഷിയാക്കൾ തുടങ്ങി വെച്ച ഈ ഉമ്മത്തിനെ വഴിവെപ്പിക്കാൻ ഷിയാക്കൾ തുടക്കമിട്ട ഒരു ഏർപ്പാടാ യഥാർത്ഥത്തിൽ ഇത്. ഇസ്ലാമിക ചരിത്രത്തിൽ അന്വേഷിച്ചു നോക്കി, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ഏകദേശം 350 കൊല്ലം വരെ ഇസ്ലാമിക ലോകത്ത് എവിടെയും ജാറമുണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ലോകത്ത് ആദ്യ ജാറങ്ങൾ ഇറാഖിൽ ഉടലെടുക്കുന്നത്. ഇറാഖിലാണ് ഫസ്റ്റ് ജാറുണ്ടായത്, പ്രവാചകന്റെ ശേഷം. അതിനു മുമ്പ് ജൂത ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വ്യത്യസ്തമായ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ജൂത ക്രൈസ്തവർ ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. ഹദീസ് ഞാൻ പറയാം. എന്നാൽ പ്രവാചകന്റെ കാലശേഷം ഔദ്യോഗികമായി മുസ്ലിം ഉമ്മത്തിന് ഖബർ കെട്ടുയർത്തി ജാറമാക്കി മാറ്റുന്ന ഏർപ്പാട് ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ഷിയാക്കളാണ് ആരംഭിച്ചത്. ഇറാഖിൽ ഹുസൈൻ ഇബ്നു അലിയുടെ പേരിൽ ജാറമുണ്ടാക്കി. അതേപോലെ മറ്റു പലരുടെയും പേരിൽ വ്യാജമായി ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കിയിട്ട് അങ്ങനെ ജാറമുണ്ടാക്കുന്ന ഏർപ്പാടുണ്ടായി. ഹിജ്റ 535 ബഗ്ദാദിൽ ഒരു ജാറമുണ്ടായ കഥ അന്നത്തെ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 900 കൊല്ലം മുമ്പ്. 900 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹിജ്റ 535 ബഗ്ദാദിൽ ഒരു മനുഷ്യൻ വന്നു. കണ്ടാ നല്ല മുത്തഖി, ആള് വളരെ ഉഷാറ, കണ്ടാൽ ഏതോ ഒരു കാര്യപ്പെട്ട ഉസ്താദാ തോന്നിപ്പോകും. അങ്ങനത്തെ ഒരാൾ കയറി വന്നു. അയാളാവട്ടെ ജനങ്ങൾക്ക് മുമ്പിൽ ഭയങ്കര സുഹൃത്ത് കാണിച്ചു. വിരക്തി, ദുനിയാവിനോടും താല്പര്യമില്ല, വിഭാഗത്തിൽ മുഴുകി ജീവിക്കുന്ന ആളാണ് എന്ന് പ്രത്യക്ഷത്തിൽ കാണിച്ചുകൊണ്ട് അയാൾ അവിടെ കുറച്ചു കാലം ജീവിച്ചു. അപ്പൊ എല്ലാവർക്കും ഇയാൾ ഒരു ആശാകേന്ദ്രമായി മാറി. എന്തിനും ഏതിനും അവിടെ ചെന്ന് കാണുക എന്ന സംവിധാനം ഉണ്ടായി. യഥാർത്ഥത്തിൽ അയാൾ ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നുവെന്നാണ് തന്റെ അവസ്ഥയിൽ മറച്ചു വെച്ചു. അങ്ങനെ ആ അടുത്ത കാലത്ത് അവിടെ ഒരു കുട്ടി മരിച്ചു. കുട്ടി മരിച്ച് കുട്ടിന്റെ മയ്യത്തൊക്കെ മറവ് ചെയ്തതിനു ശേഷം ഈ മനുഷ്യൻ പോയിട്ട് രാത്രി ആരും അറിയാതെ ആ ഖബർ മാന്തി ആ മയ്യത്തായി നിർത്തും. എന്നിട്ട് ഖബർ പഴയ പോലെ ആക്കി മയ്യത്തെടുത്തിട്ട് കുറച്ച് അപ്പുറം കൊണ്ടുപോയിട്ട് അവിടെ മറവ് ചെയ്തു. മറവ് ചെയ്ത് ഖബറൊന്നും ഉണ്ടാക്കിയില്ല. കുഴികുത്തി ഈ മയ്യത്തട മറമാടി ഖബറൊന്നും ഇല്ലാത്ത വിധം അവിടെ സാധാരണ പോലെ ആക്കി. പിന്നെ ഇയാൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ ഇന്നലെ അലി ഇബ്നു അബീ ത്വാലിബിന്റെ സ്വപ്നം കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ പേരക്കുട്ടികളിൽപ്പെട്ട ഒരാള് ഈ നാട്ടിൽ മറമാടപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് എന്നോട് അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞിരിക്കുന്നു എന്ന് ഇയാൾ ഒരു വീഡിയോ പൊട്ടിച്ചു. അപ്പൊ ആളുകൾക്ക് ഉസ്താദിനൊപ്പം കൂടി, ഉസ്താദെ സ്വപ്നത്തിന് കൃത്യമായ സ്ഥലം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഉസ്താദ് പറഞ്ഞു, വരി എനിക്ക് കാണിച്ചെന്ന സ്ഥലം ഞാൻ പോയി കാണിച്ചു തരാം. അങ്ങനെ കൊണ്ടുപോയിട്ട് ആ സ്ഥലം കൊണ്ടുപോയി കാണിച്ചതാ, ഇവിടെയാണ് അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞത്. ആളുകൾ മാന്തി നോക്കുമ്പോ അത്ഭുതം, ഒരു മയ്യത്ത് കിട്ടി അവിടുന്ന്. അതോടുകൂടി പിന്നെ കറാമത്തായല്ലോ.
അങ്ങനെ ആളുകൾ വലിയ ആവേശപൂർവ്വം ഏറ്റെടുത്തു. ജനങ്ങൾ അതിന് എല്ലാ ബഹുമതിയോടും കൂടി ആ മയ്യത്തിനെ സംരക്ഷിച്ചു. ഇയാൾക്കാണ് ഈ മഹത്വം കൂടി. അങ്ങനെ ഈ മയ്യത്ത് അവരെ പുറത്ത് വെച്ചു. മയ്യത്തോടെ പുറത്ത് വെച്ചു. എല്ലാവരും 4 ഭാഗത്തും ആളുകൾ വന്ന് കാണുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് മണക്കാൻ തുടങ്ങി. അപ്പൊ സംശയം. അപ്പൊ ചോദിച്ചു, അല്ല ഉസ്താദേ, 100-400 കൊല്ലം ഈ മയ്യത്ത് ചെയ്യാതെ കിടന്നിട്ട് എന്താ ഇപ്പൊരു മണം? കാരണം അരി പേരെ കുട്ടിയല്ലേ, അപ്പൊ 400 കൊല്ലം പഴക്കണ്ടല്ലോ. പക്ഷെ എന്താ ഇപ്പൊ ഇങ്ങനെ മണക്കാൻ കാരണം? അത് ചർച്ചയായി. അതിനിടക്കാണ് മറ്റേ ഒറിജിനൽ മയ്യത്തിന്റെ വാപ്പയും ഇവിടേക്ക് വന്നത് ഔജന്റെ മയ്യത്ത് കാണാന്. അപ്പോഴയാ സുബ്ഹാനല്ലാഹ്, എന്റെ മോന്റെ മയ്യത്താണല്ലോ. അപ്പൊ അത് പ്രശ്നമായി. ഇയാൾ പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്താ മറവ് ചെയ്തത്, എന്റെ മകന്റെ മയ്യത്താണ്. അങ്ങനെ അവിടെ പോയി മാന്തി വെക്കുമ്പോ ഒന്നുമില്ല, ഖബർ മാത്രം. അപ്പോഴേക്ക് ഉസ്താദ് ഓടിപ്പോയില്ല, മൂപ്പരെ കിട്ടിയില്ല. അപ്പൊ ഈ രൂപത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇല്ലാത്ത വിശ്വാസം പ്രചരിപ്പിച്ച് മനുഷ്യന്മാരെ റഹ്മാനായ റബ്ബിൽ നിന്ന് അകറ്റി ഖബറിലേക്ക് കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഷിയാക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഷിയാക്കളാവട്ടെ ജൂത ക്രൈസ്തവ സൃഷ്ടികളാണ് താനും. ജൂതന്മാരാണല്ലോ ഷിയായിസം ഉണ്ടാക്കി കൊണ്ടുവന്നത്. ആ ഷിയാക്കളാണ് സൂഫിസത്തിന് വിത്ത് പാകിയത്. ആ സൂഫികളാണ് പിന്നീട് ഷിയാക്കളിൽ നിന്ന് ഈ വിശ്വാസം ഏറ്റെടുത്തത്. അഹ്ലുസുന്നക്ക് പരിചയമില്ല. അഹ്ലുസുന്നക്ക് അങ്ങനെ ഖബറിങ്ങക്ക് പോയി അവിടെ ഇത്തികാഫിരിക്കുന്ന, ഖബറിങ്ങ പോയി ഖബറാളിയോട് തേടുന്ന, ആ ഖബർ ആഘോഷ കേന്ദ്രമാക്കി മാറ്റുന്ന, അവിടെ ഈദാക്കി മാറ്റുന്ന ഒരു സാഹചര്യം അഹ്ലുസുന്നക്ക് പരിചയമില്ല. സ്വഹാബത്തിന് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല. ഒരൊറ്റ മുൻഗാമികളായ അഹ്ലുസുന്നയുടെ നേതാക്കന്മാർക്കും അത് പരിചയമില്ല. തിരിച്ചാണ് പരിചയം. ഷിയാക്കൾ തുടങ്ങി വെച്ചു. ആ ഷിയാക്കളിൽ നിന്ന് സൂഫികൾ ഏറ്റെടുത്തു. സൂഫികളാണ് വ്യക്തിപ്രഭാവങ്ങൾ ഈ സമുദായത്തിന് ഉണ്ടാക്കി കൊണ്ടുവന്നവർ. ചില ആളുകൾക്ക് അപ്രമാദിത്വം കൽപ്പിച്ച് ഷെയ്ഖും മുരീദ് പേരിട്ടിട്ട് ചില ആളുകളൊക്കെ കൊണ്ടുവന്ന് അവരോധിച്ചത് സൂഫികളായിരുന്നു. ആ കൂട്ടത്തില് അവർ ഇത്തരം ഖബറുകളും ഏറ്റെടുത്തു. അങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിലേക്ക് വ്യാപക പ്രചാരം നേടിക്കൊണ്ട് ഈ ഉയർത്തപ്പെട്ട ഖബറുകൾ എന്നത് ഇസ്ലാമിന്റെ ചിഹ്നമായി ഷിആറായി മാറ്റപ്പെട്ടത്. പ്രമാണങ്ങൾ ഉറച്ചു നിന്ന കാലഘട്ടത്തിന് അഹ്ലുസുന്ന അതിനപ്പുറത്തുള്ള നിലപാട് പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഞാൻ പറഞ്ഞല്ലോ. ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഏറ്റവും ശർറായവർ 2 വിഭാഗം. അതിൽ ഒന്ന് ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കുന്നവർ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സ്വഹാബിമാരിൽ ഏറെ പ്രഗത്ഭനാണ്. അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ വിശ്വസ്തൻ, ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ അമാനത്തുള്ളവൻ എന്ന സ്ഥാനപ്പേരിൽ പരിചയപ്പെടുത്തപ്പെട്ട സ്വഹാബിയാണ് അമീനുൽ ഉമ്മ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാ, ആഖിറു മാ തകല്ലമ ബിഹിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി സംസാരിച്ച വാക്ക്, അഥവാ അദ്ദേഹം കേട്ടതിൽ, അബൂ ഉബൈദ കേട്ടതിൽ നബി തങ്ങൾ അവസാനം പറഞ്ഞ വാക്ക്. കാരണം അതിനുശേഷം മറ്റു പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അബൂ ഉബൈദ കേട്ടത്, അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകളിൽ അല്ലാഹുവിന്റെ റസൂൽ ഈ ദുനിയാവെന്ന് അവസാനം പറഞ്ഞ വാക്ക് എന്താണെന്നോ 2-3 ഉപദേശമാണ് നബി തങ്ങൾ നൽകിയത്. അതിൽ ഒരു ഉപദേശം, വഅലമു അന്ന ശിറാറൻ നാസ് അല്ലദീന ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അബൂ ഉബൈദ പറയാ, അല്ലാഹുവിന്റെ റസൂല് അവസാനമായി പറഞ്ഞ സംസാരം ഇതാണ്. എന്ത്? ഇഅ്ലമു, നിങ്ങൾ അറിയണേ, നിങ്ങൾ മനസ്സിലാക്കണേ, അന്ന ശിറാറൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ദുഷിച്ചവർ, അല്ലദീന ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദാ, തങ്ങളുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നവരാരോ അവരാണ് ഏറ്റവും ദുഷിച്ചവർ. നബി തങ്ങൾ വഫാത്താകുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് അവസാനമായി പറഞ്ഞ വാക്ക് എന്ന് സ്വഹാബിമാർ രേഖപ്പെടുത്തുന്നു. അമ്പിയാക്കളുടെ ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കുന്നവരാരോ അവരാണ് ഏറ്റവും ദുഷിച്ചവർ. ഇമാം അഹ്മദും ഇമാം തബറാനിയും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസാണത്. മാത്രവുമല്ല, ആയിഷ റളിയല്ലാഹു അൻഹാ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫീ മർളിഹി അല്ലദീ മാത ഫീഹി, നബി തങ്ങൾ വഫാത്തായ ആ രോഗത്തിൽ നബി തങ്ങൾ പറഞ്ഞു,
വഫാത്തായ അവസാന രോഗമുണ്ടല്ലോ, അന്ന് ആയിഷാ ബീവിന്റെ റൂമില് ആയിഷാ ബീവിന്റെ മടിയില് തലവെച്ചുകൊണ്ടാണ് അല്ലാഹു റസൂൽ വഫാത്താകുന്നത്. നബി തങ്ങൾക്ക് അവസാന സമയങ്ങളിൽ പ്രവാചകർക്ക് ബോധക്ഷയമുണ്ടായി. ആയിഷാ ബീവി പറയാ, അല്ലാഹു റസൂലിന് ഈ അവസാന സമയത്ത് ശക്തമായ വേദന അനുഭവപ്പെട്ടപ്പോൾ അല്ലാഹു റസൂല് തന്റെ മുഖത്തിങ്ങനെ ഒരു വിരിപ്പിടുമായിരുന്നു. ആ സമയത്ത് പ്രവാചകർക്ക് ചിലപ്പോൾ ബോധം നഷ്ടപ്പെടും, ചിലപ്പോൾ ബോധം തെളിയും. അങ്ങനെ ബോധം തെളിഞ്ഞാൽ ബോധം തിരിച്ചു വരുമ്പോ നബി തങ്ങൾ ആ പുതപ്പങ്ങ് നീക്കും. എടുക്കാണ്ട് ബോധം പോകും. ബോധം തെളിയുമ്പോ പുതപ്പങ്ങ് നീക്കും, വല്ലതും സംസാരിക്കും, പിന്നെയും മൂടും, പിന്നെയും ബോധം പോകും. ആ അവസ്ഥയിൽ നബി തങ്ങൾ എന്റെ റൂമിൽ കഴിച്ചുകൂട്ടി. അങ്ങനെ ആ സമയത്ത് അല്ലാഹു റസൂലിന് ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോ പുതപ്പങ്ങ് നീക്കി. ഫഖാല വഹുവ കദാലിക, ആ അവസ്ഥയിൽ നബി തങ്ങൾ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, ജൂത ക്രിസ്ത്യാനികൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവിടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. എപ്പോഴാ അവസാന നിമിഷങ്ങളിൽ ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബോധം തിരിച്ചു കിട്ടിയപ്പോ പറഞ്ഞ വാക്ക് എന്ന് നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരികയാണ്. എന്നിട്ട് ആയിഷ ബീവിന്റെ മകൻ വാക്ക് എന്താ? യുഹദ്ദിറു മാ സനഉ. എന്തിനാണ് ആ സമയത്ത് നബി അത് പറഞ്ഞത്? യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്തതുപോലെ ഈ സമുദായം ചെയ്യാതിരിക്കാൻ വേണ്ടിയാകുന്നു. കാരണം റസൂൽ വഫാത്താകാൻ പോവുകയാണല്ലോ, റസൂലുള്ളാഹിന്റെ ഖബറുണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി ആ അമ്പിയാക്കന്മാരെ ഖബറുകളെ അവരൊക്കെ ആരാധനാ കേന്ദ്രമാക്കിയത് പോലെ എന്റെ ഖബറ് ആരാധനാ കേന്ദ്രമാക്കപ്പെടുമോ എന്ന ചിന്തയുണ്ടായത് കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് അവസാന സമയങ്ങളിൽ പോലും ഒരു വസിയത്തായി ഇത് നൽകിയത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. അത്ര ഗൗരവത്തിലാണ് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ ഇക്കാര്യം പഠിപ്പിച്ചത്. ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമയത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല അൻ യമൂത ബിഖംസിൻ വഹുവ യഖൂൽ. ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കേട്ടു അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു. ജുന്ദുബ് ബിൻ അബ്ദുല്ലാ അൽ ബജലി എന്ന് പറയുന്ന സ്വഹാബിമാരിൽ ഏറെ പ്രഗൽഭനാണ് അദ്ദേഹം. അദ്ദേഹം പറയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു. എപ്പോൾ? ഖബല അൻ യമൂത ബിഖംസിൻ, നബി തങ്ങൾ വഫാത്താകുന്നതിന്റെ 5 ദിവസം മുമ്പ് നബി പറയുന്നത് ഞാൻ കേട്ടു. റബീഉൽ മാസം 7-നായിരിക്കും. നബി തങ്ങൾ വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ് നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. എന്താ നബി തങ്ങൾ പറഞ്ഞത്? 2-3 കാര്യം അതിൽ വന്നു. അതിൽപ്പെട്ടൊരു കാര്യം, അലാ അറിയണേ, വഇന്ന മൻ കാന ഖബലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ. നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ അറിയണേ, അലാ നിങ്ങൾ അറിയണേ, നിങ്ങളെ മുൻഗാമികൾ അമ്പിയാക്കളുടെ ഖബറുകളെയും സ്വാലിഹീങ്ങളുടെ ഖബറുകളെയും ഒക്കെ ആരാധനാ കേന്ദ്രമാക്കുമായിരുന്നു. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, അറിയണേ, നിങ്ങൾ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കരുത്. ഫഇന്നി അൻഹാകും അൻ ദാലിക, ഞാൻ നിങ്ങളുടെ കാര്യം വിലക്കുന്നു. നിങ്ങളെ മുമ്പുള്ളവർ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ, ഞാൻ നിങ്ങളെ വിലക്കുന്നുവെന്ന് വഫാത്താകുന്നതിന്റെ 5 ദിവസം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടുവെന്ന് ജുന്ദുബ് ബിൻ അബ്ദുല്ലാ അൽ ബജലി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എത്ര ഹദീസ് സഹോദരന്മാരെ, 2 ദിവസം ഹദീസ് മാത്രം നമ്മൾ വായിച്ച് പറയുകയാണെങ്കിൽ പോലും 2 ദിവസത്തെ വായന അത്രയധികം ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. സ്വഹാബിമാർ പലരും മാറി മാറി പറയുന്നു, നബി തങ്ങൾ വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ് ഞാൻ കേട്ടു, 3 ദിവസം മുമ്പ് ഞാൻ കേട്ടു, അവസാന സമയത്ത് ഞാൻ കേട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഹദീസുകൾ ഈ വിഷയത്തിൽ ധാരാളമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് സ്വഹാബിമാർ ഒരൊറ്റ സ്വഹാബിയും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഒരിക്കലും ഉയർത്തിയില്ല. മറ്റു മുൻകാല സമുദായങ്ങൾ അവർ അമ്പിയാക്കളെ ചെയ്തതുപോലെ ഇപ്പൊ ചില മുസ്ലിയാക്കന്മാര് ഈ നാട്ടിലും ചെയ്തല്ലോ. എന്താ? കുറെ ജാരങ്ങളാ ഫോട്ടോ. എന്താ? ഇബ്രാഹിം നബിന്റെ ജാറമുണ്ട്,
ഇസ്മായിൽ നബിന് ജാറമുണ്ട്, ഹൂദ് നബിയുടെ ജാറമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡമാസ്കസില്, ഇറാഖില് ഒക്കെയുള്ള കുറെ ജാറങ്ങളുടെ ഫോട്ടോ നെറ്റ് കയറി ആർക്കും കിട്ടും. അതൊക്കെ എടുത്തിട്ട് ഫ്ലക്സ് ബോർഡ് വെച്ചല്ലോ ഇവിടെ ഖബർ കെട്ടിയുയർത്താൻ തെളിവായിട്ട്. അതൊക്കെ ആരാ ഉണ്ടാക്കിയത്? ഈ ഹദീസ് പ്രകാരം എന്ത് മനസ്സിലാക്കാം? ജൂതന്മാരുണ്ടാക്കിയ പണിയാ, ക്രിസ്ത്യാനികളുണ്ടാക്കിയ പണിയാ. അതിലെ നബി തങ്ങൾ പറഞ്ഞത് ജൂത ക്രൈസ്താനികൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. കാരണം അവരുടെ അമ്പിയാക്കന്മാരെ ഖബറുകൾ അവർ ആരാധനാ കേന്ദ്രമാക്കി മാറ്റി. ആരാ ഒരു അമ്പിയാക്കള്? ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി, മൂസാ നബി, ഈസാ നബി, യഹ്യാ നബി, സക്കരിയ നബി അലൈഹിമുസ്സലാം അടക്കമുള്ള അമ്പിയാക്കൾ അവരല്ലേ ആ മുൻകാല അമ്പിയാക്കൾ. ആ അമ്പിയാക്കളെ ഖബർ ജൂതന്മാർ ആരാധനാ കേന്ദ്രമാക്കിയിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ ആരാധനാ കേന്ദ്രമാക്കിയിട്ടുണ്ട്. ആ ഖബറിന് മീതെ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, ആരാധനകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കിയത് കൊണ്ടാ അവർ ശപിക്കപ്പെട്ടതെന്ന് അല്ലാഹു റസൂൽ വഫാത്താകാൻ സമയത്ത് വസിയത്തായി പറയാമോട്. എന്നിട്ട് ഓലുണ്ടാക്കിയ ജാറം ഫോട്ടോ എടുത്തിട്ട് ഇവിടുത്തെ മൗലവിമാര് അങ്ങാടിയിൽ ഫ്ലക്സ് ഒക്കെ കണ്ടോ, അവർക്ക് ജാറുണ്ടല്ലോ. ആ ജാറ ഉണ്ടായതുകൊണ്ടാ ജൂത ക്രിസ്ത്യാനികൾ ശപിക്കപ്പെട്ടത് എന്നാണ് നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു റസൂലിന്റെ ഹദീസുകളിൽ വളരെ വ്യക്തമായി കാര്യം വിശദമായി തന്നെ പഠിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് സ്വഹാബിമാരും നബിയുടെ ഖബർ ആരാധനാ കേന്ദ്രമാക്കിയില്ല, അവരാരും കെട്ടി ഉയർത്തിയില്ല. ഒരു ചാണിനപ്പുറം റസൂലുള്ളാഹിയുടെ ഖബർ അവരാരും ഉയർത്തിയിട്ടില്ല. പിന്നെ മൗലവിമാര് പറയും റസൂലുള്ളാഹിന്റെ ഖബറിന് ജാറുണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം എന്താ? ആദ്യം തന്നെ ഉള്ള കാലത്തിനുള്ള മറവ് ചെയ്തത്, വീട്ടിനുള്ള മറവ് ചെയ്തത്. ആയിഷ ബീവി പറഞ്ഞ എന്തറിയോ? അല്ലാഹു റസൂൽ വഫാത്താകുന്ന സമയത്ത് ഈ താക്കീത് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ നബി തങ്ങൾ വഫാത്താകാൻ സമയത്ത് ഇത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നബിയുടെ ഖബർ ഞങ്ങൾ പുറത്ത് കൊണ്ടുവരുമായിരുന്നു. പക്ഷെ പുറത്താക്കി കഴിഞ്ഞാൽ ഇത് ആരാധനാ കേന്ദ്രമാക്കി മാറ്റുമോ എന്ന് ഭയമുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ആക്കിയില്ല. എന്നിട്ടിപ്പോ ഉള്ളിലാക്കിയ തെളിവ് ജാറുണ്ടാക്കാൻ വല്ലാത്ത വൈരുദ്ധ്യം തന്നെയാണ്. ആയിഷ ബീവിന്റെ റൂമിലാണ് മറവച്ചത്. മാത്രവുമല്ല, അമ്പിയാക്കന്മാർക്ക് മുഴുവനുമുള്ള പൊതുവായ നിയമമാണ് അമ്പിയാക്കൾ എവിടെ വെച്ച് മരിച്ചുവോ അവിടെ തന്നെ മറമാടണം. നബി തങ്ങൾ വഫാത്തായപ്പോ ചർച്ചയുണ്ടായി അല്ലാഹു റസൂൽ എവിടെയാണ് മറമാടേണ്ടത്. സുദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ ചർച്ചയ്ക്ക് തീരുമാനമായി കൊണ്ട് പ്രഖ്യാപിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? ഏതൊരു നബിയും എവിടെ വെച്ചാണോ റൂഹിനെ പിടിക്കപ്പെട്ടത് അവിടെ തന്നെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന് നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതോടെ തർക്കം അവസാനിച്ചു, ചർച്ച അവസാനിച്ചു. അങ്ങനെ അവിടെ തന്നെ മറമാടി. സ്വഹാബിമാരാ നബിയുടെ ഖബർ ഒരു ചാണോളം ഉയർത്തി, അതിനപ്പുറത്തേക്ക് ഉയർത്തിയില്ല. ഹദീസ് സ്ഥിരപ്പെട്ട് കിടക്കുന്നു. ഒരുപാട് ഹദീസുകളിൽ ആ വിഷയം പഠിപ്പിക്കപ്പെടുന്നു. അല്ലാഹു റസൂലിന്റെ ഖബർ ഒരു ചാണോളമാണ് ഉയർത്തിയത്. നബിയുടേത് മാത്രമല്ല മറ്റു പല അമ്പിയാക്കളുടേതും ആ രീതിയിൽ തന്നെയായിരുന്നുവെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറിൽ സൂറത്തുൽ കഹ്ഫിന്റെ വിശദീകരണത്തിൽ ഖബറുമായി ബന്ധപ്പെട്ട മസ്അലകൾ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയാ അല്ലാഹുവിന്റെ റസൂൽ ഈ വിഷയത്തിൽ പഠിപ്പിച്ച നേരത്തെ ഞാൻ ഉദ്ധരിച്ച ഹദീസുകളെല്ലാം എടുത്തു പറഞ്ഞു. എന്നിട്ട് ശേഷം അദ്ദേഹം പറയാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ആ നിലക്കാണ്. എങ്ങനെ? ഒടിച്ചാണ് ഉയരം. എന്തിന് ഖബർ എന്നറിയപ്പെടാനും നേരത്തെ പറഞ്ഞ പോലെ അനാദരിക്കപ്പെടാതിരിക്കാനും എന്ന് അദ്ദേഹം പറയാം. സിഫത്തു ഖബറി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി മുഹമ്മദ് നബിയുടെ ഖബറിന്റെ രൂപം അങ്ങനെയാണ്. മുഹമ്മദ് നബിയുടെ ഖബറിന്റെ രൂപം അങ്ങനെയാണ്. വഖബരി സ്വാഹിബൈഹി, അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഖത്താബിന്റെയും ഖബറും അങ്ങനെയാണ്. ഇമാം മാലിക് തന്റെ മുവത്ത എന്ന കിതാബിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം നബിയുടെ ഖബർ, രണ്ട് കൂട്ടുകാരുടെ ഖബർ അത് ഒരു ചാണ ഉയർന്നിട്ടുള്ളൂ. വഖബരി അബീനാ ആദം അലൈഹിസ്സലാം, ഇമാം ഖുർത്തുബി പറയാ ആദം നബിയുടെ ഖബറും ഒരു ചാണയുള്ളൂ. അലാ മാ റവാഹു ദാറഖുത്നി മിൻ ഹദീസ് ഇബ്നു അബ്ബാസ്.
ഇബ്നു അബ്ബാസ് തങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന് ഇമാം ദാറഖുത്നി ഉദ്ധരിച്ചത് പ്രകാരം ആദം നബിയുടെ ഖബർ ഒരു ചാണാണ് ഉയർത്തപ്പെട്ടത്. കണ്ടോ? അപ്പൊ ആദം നബിയുടെ ഖബറും മുഹമ്മദ് നബിയുടെ ഖബറും അബൂബക്കർ സിദ്ദീഖിന്റെ ഖബറും ഉമർ ഖത്താബിന്റെ ഖബറും റളിയല്ലാഹു അൻഹും ആ ഖബറുകളെല്ലാം ഒരു ചാണാണ് ഉയർത്തപ്പെട്ടത് എന്ന് ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ സൂറത്തുൽ കഹ്ഫിന്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. 21-ാമത്തെ ആയത്തിന്റെ വിശദീകരണം. അതാണ് ശരിയായ സുന്നത്തും അതാണ് നമ്മോട് പഠിപ്പിക്കപ്പെട്ട മാതൃകയും. അല്ലാതെ ഒരു നബിയും ആ നബിയുടെ അംഗീകാരത്തോടു കൂടി ആ നബിയുടെ ഖബർ ഉയർത്തിയതായ ഒരു സംഭവം ഉദ്ധരിക്കപ്പെടുന്നില്ല. ജൂത ക്രൈസ്തവരാണ് ആ രീതി പിൽക്കാലത്ത് കൊണ്ടുവന്നത്. മാത്രവുമല്ല ഇമാം ഖുർത്തുബി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറയാം, وهذا يحرم المسلمين أن يتخذوا قبور الأنبياء والعلماء مساجدا. അമ്പിയാക്കളുടെ ഖബറുകളെ ആലിമീങ്ങളുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റൽ മുസ്ലിമീങ്ങൾക്ക് ഹറാമാണ്. മുസ്ലിമീങ്ങൾക്ക് ഹറാമാണെന്ത്? ആലിമീങ്ങളുടെ ഖബറ്, അമ്പിയായിന്റെ ഖബറ് അതൊക്കെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റൽ ഹറാമാണ്. ഹദീസിൽ വന്നിട്ടുണ്ട്, ലാ തുസല്ലൂ ഇലൽ ഖുബൂർ, ഖബറിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. വലാ തജ്ലിസൂ അലൈഹാ, ഖബറിൽ ഇരിക്കാനും പാടില്ല. ലഫ്ദ് മുസ്ലിം, ഇമാം മുസ്ലിമിന്റെ വാചകമാണത്. ഐലാ തത്തഖിദൂഹാ ഖിബ്ലതൻ ഫതുസല്ലൂ അലൈഹാ ഔ ഇലൈഹാ, അഥവാ ആ ഖബറിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഖബറിനെ ഖിബ്ലയാക്കിക്കൊണ്ട് നിസ്കരിക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ശേഷം അദ്ദേഹം പറയാം, കമാ ഫഅൽ യഹൂദു വൻ നസ്വാറ, ജൂത ക്രിസ്ത്യാനികൾ അങ്ങനെയാണ് ചെയ്തത്. ജൂത ക്രിസ്ത്യാനികൾ അങ്ങനെയാണ് ചെയ്തത്. ആ പണി നിങ്ങൾ ചെയ്യരുത്. ഫയുഅദ്ദി ഇലാ ഇബാദത്തി മൻ ഫീഹാ കമാ കാന സബബു ഫീ ഇബാദത്തിൽ അസ്നാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഖബറിൽ കിടക്കുന്ന ആളെ തന്നെ ആരാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണ് വിഗ്രഹാരാധകന്മാർ ചെയ്തിട്ടുള്ളത്. അതിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് ആ നിലക്കുള്ള ഏർപ്പാടുകൾ ചെയ്യൽ മുസ്ലിമീങ്ങൾക്ക് ഹറാമാകുന്നുവെന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെക്കുകയാണ്. അപ്പൊ അവരൊക്കെ ഖബർ വിഷയത്തിൽ പഠിപ്പിച്ചതാ. ഇനി ഷാഫി മദ്ഹബിലേക്ക് വന്നാൽ കിതാബുൽ ഉമ്മ മുതൽ ഫതുഹുൽ മുഈൻ വരെയുള്ള ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലും, ഷാഫി മദ്ഹബിലെ കിതാബുൽ ഉമ്മ മുതൽ ഫതുഹുൽ മുഈൻ വരെയുള്ള ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലും ഖബർ കെട്ടിപ്പൊക്കൽ പാടില്ല എന്ന് തന്നെയാണ് പഠിപ്പിക്കപ്പെട്ടത്. ഖബർ കെട്ടിയുയർത്തി ജാറമാക്കി മാറ്റാൻ പ്രേരിപ്പിച്ച ഒരു ഇമാമിനെ ഒരു മദ്ഹബിലും കാണാൻ കഴിയില്ല. പിൽക്കാലക്കാരായ ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്നത് മാത്രം. പിൽക്കാലക്കാര് ഒരു 100, 200, 300 കൊല്ലം ഇപ്പുറത്ത് ജീവിച്ച ചില ആളുകൾ, ചില പക്ഷപാതികളായ ആളുകൾ, അവരൊക്കെ പിന്നീട് പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ മദ്ഹബിലെ ആധികാരിക പണ്ഡിതന്മാരായി പരിചയപ്പെടുത്തപ്പെടുന്ന ആളുകളോ, ഇനി അതല്ല ഹദീസ് രംഗത്ത് സേവനങ്ങൾ ചെയ്ത മുഹദ്ദിസുകളോ, ഖുർആൻ തഫ്സീർ എഴുതിയ മുഫസ്സിറുകളോ അടക്കമുള്ളവരാരും തന്നെ ഒരു ഖബർ കെട്ടിയുയർത്തി ജാറമാക്കി മാറ്റി അത് പരിചരിച്ചു കൊണ്ടുപോകാൻ പഠിപ്പിച്ച ഒരു ഇമാമിനെ കാണുക സാധ്യമല്ല. അതുകൊണ്ടാ ഇവിടെ ഈ മുസ്ലിയാക്കന്മാർ ഫ്ലക്സ് വെച്ചപ്പോ എന്താ വെച്ചത്? ഇയാണ്ട് തോലിബീൻ ഉണ്ട്, അതപ്പൊ കാര്യമായിട്ട് പറയാൻ കിട്ടിയത്. അതിനപ്പുറത്തില്ലാതെ അർത്ഥം. ഇയാനത്ത് തോലിബീൻ ഉണ്ടാവുക ശരിയാ. ഫതുൽ മുഈനെയും വ്യാഖ്യാന ഇയാനത്ത് തോലിബീൻ. ഫതുൽ മുഈൻ പൊന്നാനിൽ എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം, അതിന്റെ വ്യാഖ്യാനമായി ഇയാനത്ത് തോലിബീൻ അതിലുണ്ടാകും, അത് സംശയമൊന്നുമില്ല. അതിനപ്പുറത്ത് ഇമാം ഷാഫിയുടെ കിതാബിലുണ്ടോ, നവവി ഇമാമിന്റെ കിതാബിലുണ്ടോ, റാഫി ഇമാമിന്റെ കിതാബിലുണ്ടോ, ഇമാം അസ്ഖലാനിയുടെ കിതാബിലുണ്ടോ? വേണ്ട. ഷാഫി മദ്ഹബിലെ മുഹഖ്ഖീഖീങ്ങളായ പണ്ഡിതന്മാർ അവസാനത്തെ ആള് എന്ന് അവർ തന്നെ പരിചയപ്പെടുത്തുന്ന ആളാണല്ലോ ഇബ്നു ഹജർ ഹൈതമി. ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ എന്നാണ് സുന്നി മൗലവിമാർ പറയാ. ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ ഖോജ എന്നാണ് അവർ പറയാ. ആ ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ എന്ന് വേണമെങ്കിൽ അവരെ വാദം അംഗീകരിച്ചു കൊടുത്താൽ പോലും ആ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് എങ്കിലും പറഞ്ഞുവോ തന്റെ ഗ്രന്ഥങ്ങളിൽ ഖബർ കെട്ടിയുയർത്താൻ ഇല്ലെന്ന് മാത്രമല്ല, തിരിച്ചാണ് പഠിപ്പിച്ചത്.
അതല്ലാത്തൊരു അധ്യാപനം നമുക്ക് അവിടെ ഗ്രന്ഥങ്ങളിൽ കാണുക സാധ്യമല്ല. അവരൊക്കെ പഠിപ്പിച്ചെന്താ, ഖബറുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട മസലകൾ. ഒന്ന്, ഖബറിന്റെ സുന്നത്ത് പറയുമ്പോ അവരൊക്കെ പറയും ഖബർ ഒരു ചാണാണ് ഉയരേണ്ടത്, ഒരു ചാണാണ് ഖബർ ഉയരേണ്ടത് എന്ന് അവരൊക്കെ ഖബറിന്റെ മസല പറയുമ്പോൾ എല്ലാവരും പഠിപ്പിക്കുന്നു. ഒരു ചാൺ ഉയർത്തണം, അതിനപ്പുറത്തേക്ക് ഉയർത്തണം അവരാരും പഠിപ്പിച്ചിട്ടില്ല. ഇത് നബവി ഇമാമിന്റെ ശറഹ് മുഹല്ലബ് എന്ന ഗ്രന്ഥം. ശറഹ് മുഹല്ലബ്, മുഹല്ലബിന്റെ വ്യാഖ്യാനമായി നബവി ഇമാം രചിച്ച ശറഹുൽ മുഹല്ലബ്. ആ ശറഹ് മുഹല്ലബില് ഖബർ എങ്ങനെയാണ് ആവേണ്ടത്, ഖബറിനെ മറമാടുമ്പോൾ എത്രയാണ് ഉയർത്തേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ സുന്നത്ത് പറഞ്ഞ എന്താ, സുന്നത്ത് പഠിപ്പിച്ചെന്താ, ഖബർ ഒരു ചാൺ ഉയരണമെന്നാണ്. ഒരു ചാണ് ഉയർത്തുക, അതാണ് സുന്നത്ത്. അത് അദ്ദേഹം ഹദീസ് തെളിവ് കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ഇതാണ് സുന്നത്ത്. എന്നതിന് ശേഷം പറഞ്ഞു ആ ഖബറിനെ അധികമായി ഉണ്ടാവൽ, അധികമായി അതിലേക്ക് മണ്ണ് കൊണ്ടുവരൽ പോലും പാടില്ല എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇമാം ഷാഫി പറഞ്ഞു അത്രേ എന്ന് അദ്ദേഹം പറഞ്ഞു വലാ യുസാദു ഫി തുറാബില്ലദീ ഉഖ്രിജ മിനൽ ഖബരി. ഈ മുഹല്ലബ് എഴുതിയ ഇമാം ഷിറാസിയുടെ വാചകം അദ്ദേഹം ആദ്യം കൊടുക്കുന്നു. ഇമാം ഷിറാസിയുടെ മുഹല്ലബ് അത് നബവി ഇമാമിന്റെ വ്യാഖ്യാനമാണ് ശറഹുൽ മുഹല്ലബ്. ഈ മുഹല്ലബ് എഴുതിയ ഷിറാസി പറയുന്നു, എന്ത് പറയുന്നു, വലാ യുസാദു ഫി തുറാബില്ലദീ ഉഖ്രിജ മിനൽ ഖബരി. ഖബർ കളച്ചപ്പോൾ കിട്ടിയ മണ്ണെത്രയാണോ അതിനേക്കാൾ അധികമായി മണ്ണ് പോലും ഉപയോഗിക്കാൻ പാടില്ല. ഖബർ കളച്ചപ്പോ കിട്ടിയ മണ്ണുണ്ടല്ലോ, ആ മണ്ണ് മാത്രമേ ഖബർ മൂടാനും ഉപയോഗിക്കാവൂ, അതിനധികം മണ്ണ് ഉപയോഗിച്ചുകൂടാ. എന്നാൽ ഇനി അഥവാ അങ്ങനെ അധികമായി പോയാലോ അത് തെറ്റില്ല. മറമാടി ഇപ്പൊ കുറച്ച് മണ്ണ് അധികം കൂടിപ്പോയി, അത് തെറ്റല്ല. ശേഷം പറയാം ഭൂമിയുടെ പരപ്പിൽ നിന്ന് ഖബർ ഒരു ചാണോളമാണ് ഉയർന്നു നിൽക്കേണ്ടത്. ഒരു ചാൺ ഖദ്റ ശിബിരിൻ, ഒരു ചാണ് തോതാണ് ഉയരേണ്ടത്. എന്തുകൊണ്ട്? ഖാസിം ബിൻ മുഹമ്മദ് ഉദ്ധരിച്ച ഹദീസാണ് തെളിവ്. ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖിന്റെ പേരക്കുട്ടിയാണ് ഖാസിം. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസ്, അദ്ദേഹം പറയാ ദഖൽതു അലാ ആയിഷ, ഞാൻ ആയിഷ ബീവിയുടെ അടുക്കൽ ചെന്നു. അഥവാ അദ്ദേഹത്തിന്റെ അമ്മായി. ഖാസിമിന്റെ വാപ്പ മുഹമ്മദിന്റെ പെങ്ങളാണ് ആയിഷ ബീവി, അല്ലാഹു റസൂലിന്റെ ഭാര്യ, സിദ്ദീഖുൽ അക്ബറിന്റെ മകൾ. അപ്പൊ അമ്മായിന്റെ വീട്ടിക്ക് കുട്ടി വരുന്നില്ല. അങ്ങനെ ചെന്നപ്പോൾ ദഖൽതു അലാ ആയിഷ, ഞാൻ ആയിഷ ബീവിയുടെ അടുക്കൽ ചെന്നു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഇക്ഷിഫീനി അൻ ഖബറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്വാഹിബൈഹി, എനിക്ക് റസൂലുള്ളാഹിന്റെ ഖബറുകൾ ഒന്ന് കാണിച്ചു തരുമോ, നബിയുടെ രണ്ട് കൂട്ടുകാരുടെ ഖബറും കാണിച്ചു തരുമോ? നിങ്ങൾ ആ ചോദ്യം നോക്കാണ്. രണ്ട് കൂട്ടുകാർ ആരാ? ഒന്നാരാ? അബൂബക്കർ സിദ്ദീഖ് അഥവാ ചോദിക്കുന്ന ഖാസിമിന്റെ വല്ലിപ്പ. അപ്പൊ 5 വക്തും സിയാറത്ത് ടൂറുള്ള ഇഷ്ടം പോലെ ബസ്സിന് ആളിങ്ങനെ വന്നു പോണ ഒരു ഖബറാണെങ്കിൽ എനിക്കത് കാണിച്ചോളൂ ചോദിക്കാൻ ആവശ്യമുണ്ടോ? ആയിഷ ബീവിന്റെ വീട്ടിലാ ഖബറുള്ളത്. ആയിഷ ബീവിന്റെ വീട്ടിൽ വെച്ചാണ് നബി തങ്ങൾ വഫാത്തായത്, അവിടെ തന്നെ മറമാടിയത്. ആ മറമാടിയപ്പോ ആയിഷ ബീവി ചെയ്തെന്താ, ആ ഖബറിന് ഇപ്പുറത്തൊരു കർട്ടൻ ഇട്ടു. കാരണം ആകെ ഒരു റൂമേ ഒരു വീട്ടിനുള്ളൂ. പ്രായപൂർത്തിയാകാനായ കുട്ടി എഴുന്നേറ്റ് കൈപൊക്കിയാൽ അതിന്റെ മേൽക്കൂരയിൽ തട്ടുമായിരുന്നുവെന്നാണ് അവര് പഠിപ്പിച്ചത്. അതാണ് പോലെ വീടിന്റെ ഹൈറ്റ്. ഒറ്റ റൂം വേണം. നമ്മളെ വീട്ടിനെ പോലെ കുറെ റൂമും ഡൈനിങ് ഹാളും ബെഡ്റൂം ഒന്നും ഇല്ല, എല്ലാം അവിടെ തന്നെയാണ്. ആ റൂമിലാ പിന്നെ ഈ ഖബറുണ്ടായത്. അപ്പൊ ആയിഷ ബീവി ആ ഖബറിന് ഇപ്പുറത്ത് ഒരു വിരിയിട്ടു, കത്തനിട്ടു. അപ്പുറത്ത് ഖബറ്, ഇപ്പുറത്ത് ആയിഷ ബീവിന്റെ താമസം. അതിനുള്ളിൽ തന്നെയാണ് സിദ്ദീഖുൽ അക്ബറിന്റെ ഖബറും വന്നത്. പിന്നെ ആയിഷ ബീവി മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്നു, എന്റെ ഖബറും ഇതിനടുത്താകണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമർ ഖത്താബ് സുഖമില്ലാതെ മരണാസന്നനായി കിടക്കുമ്പോ ഉമർ ഖത്താബ് മോനെ പറഞ്ഞയച്ചു, അബ്ദുള്ളയെ നീ പോയിട്ട് ആയിഷയോട് ചോദിക്കുക, പാപ്പാക്ക് ഇവിടെ മറമാടാൻ ആഗ്രഹമുണ്ട്, സമ്മതമാണോ ചോദിക്കുക. കാരണം ആയിഷ ബീവിന്റെ റൂമാണല്ലോ, വീടാണല്ലോ.
അങ്ങനെ വന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടി വിചാരിച്ചു വെച്ച സ്ഥലമായിരുന്നു അത്. ഏതായിരുന്നാലും ഉമർ ഖത്താബ് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ